മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് യോജിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണോ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഇന്ന് നിലവിലെ അവസ്ഥയിൽ കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റിയിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഷെയർസിൽ എല്ലാവർക്കും ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഷെയർസിൽ രണ്ട് രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒന്ന് ഒരു ട്രേഡറായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ട്രേഡറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതൊരു സെപ്പറേറ്റ് പ്രൊഫഷനായി തന്നെയായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 9:30 to 3:30 ആണ് മാർക്കറ്റ് അവേഴ്സ് എങ്കിൽ നിങ്ങൾ അത്രയും സമയം അതിൻ്റെ മുന്നിൽ സ്ക്രീനിൻ്റെ മുന്നിലുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്യണം. നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ 9 to 6 ജോബ് ചെയ്യുന്ന ഒരു സാലറീഡ് എംപ്ലോയീന് അയാളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇൻവെസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇൻവെസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങളൊരു കമ്പനി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിവിധതരം ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ റേഷ്യോസും കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ ആ ഒരു സ്കില്ല് നിങ്ങൾ ആദ്യം അക്വയർ ചെയ്യണം. രണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത്രയും ടൈം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവണം. സോ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്. സോ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഏത് അസറ്റ്, എക്വിറ്റിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഡെറ്റിലും അതുപോലുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങളിലും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെപ്പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള, ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചെറിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും മണി കളക്ട് ചെയ്ത്, ഫണ്ട് കളക്ട് ചെയ്തതിന് ശേഷം കളക്റ്റീവായിട്ട് വിവിധതരം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ സ്കിൽ അക്വയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ മാർക്കറ്റിൽ കുറേ കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറെ നിങ്ങൾക്ക് കിട്ടുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. സെക്കൻഡ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഈസി ആയിട്ട് ഇവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഡൈവേഴ്സിഫിക്കേഷൻ്റെ അത്യാവശ്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണത്. മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് ഒരു 3 റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു 3 ഫണ്ട്സിനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. സോ ഡൈവേഴ്സിഫിക്കേഷനും ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ ആക്റ്റീവായിട്ട് ഫണ്ട് മാനേജ് ചെയ്യേണ്ട, നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫണ്ട് മാനേജറെ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ബേസിക്കായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്വിറ്റി ഫണ്ട്, 2 ഡെറ്റ് ഫണ്ട്, മൂന്നാമത്തത് ഹൈബ്രിഡ് ഫണ്ട്. എക്വിറ്റി ഫണ്ടിനെ വീണ്ടും നമുക്ക് ആക്റ്റീവ് ഫണ്ടെന്നും അതുപോലെ പാസീവ് ഫണ്ടെന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് ഫണ്ടിൽ ഫണ്ട് മാനേജർ ആക്റ്റീവായിട്ട് ഫണ്ട് മാനേജ് ചെയ്യാണ്. അദ്ദേഹം തന്നെ റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് ഹൗസിൻ്റെ സ്ട്രാറ്റജിയിൽ അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി എല്ലാം അപ്ലൈ ചെയ്ത് അവർ തന്നെ റിസർച്ച് ചെയ്ത് ഗ്രോ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള കമ്പനീസിനെ കണ്ടുപിടിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഒരു ആക്റ്റീവ് എഫേർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫണ്ട് ഹൗസിൻ്റെ സൈഡിൽ നിന്നും. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പാസീവ് ഫണ്ടാണ്. പാസീവ് ഫണ്ടിൽ ഏതെങ്കിലും ഒരു, ഇപ്പോൾ നിഫ്റ്റി, സെൻസെക്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ മിറർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് പാസീവ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഈ പാസീവ് ഫണ്ടിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്നൊക്കെ പറയുമ്പം നിഫ്റ്റി ഇൻഡെക്സിലുള്ള ടോപ്പ് 50 കമ്പനീസിലായിരിക്കും ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർഫോമൻസ്, നിങ്ങളുടെ ആ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും നിങ്ങളുടെ ഫണ്ടിൻ്റെ പെർഫോമൻസും പോവുക. സോ വീണ്ടും നമുക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ്സ് അനുസരിച്ച് വീണ്ടും ആക്റ്റീവ് അതുപോലെ പാസീവ് എന്നുള്ളതിലുപരി നമുക്ക് വീണ്ടും ബേസ്ഡ് ഓൺ അസറ്റ് നമുക്ക് വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേതെന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ആണ്. സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയ കമ്പനീസിലായിരിക്കും. റിലേറ്റീവ്ലി ചെറിയ കമ്പനീസ് ആയിരിക്കും അതുപോലെ തന്നെ റിലേറ്റീവ്ലി അത്ര ഓൾഡ് അല്ലാത്ത കമ്പനീസ് ആയിരിക്കും. സോ അവിടെ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്.
റിലേറ്റീവ്ലി പുതിയ കമ്പനികളായതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വളരും, ഫണ്ട് മാനേജറുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അത് വളരുമോ എന്നുള്ളത് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. പക്ഷേ അവരുടെ ഡീറ്റെയിൽ സ്റ്റഡിയും കാര്യങ്ങളെല്ലാം അനുസരിച്ചാണ് അവരത് ചെയ്യുന്നത്. അങ്ങനെ അത് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ ഒരു ഹ്യൂജ് ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് വേറെ ഏത് ഇപ്പം മിഡ് ക്യാപ്പ് ആണെങ്കിലും ലാർജ് ക്യാപ്പ് ആണെങ്കിലും അതിനെല്ലാം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ റിട്ടേൺസ് ഇവിടെ സ്മോൾ ക്യാപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിലേറ്റീവ്ലി അത്ര ഓൾഡർ അല്ലാത്ത കമ്പനീസാണ്. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറച്ച് കുറഞ്ഞ കമ്പനീസാണ്. ഇവിടെ നിങ്ങൾക്ക് റിട്ടേൺസ് കൂടുതൽ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ റിസ്ക്കും അത്യാവശ്യം കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പം ഒരു എക്സ്പാൻഡിങ് സ്റ്റേജിലുള്ള ഒരു കമ്പനി ആയിരിക്കും. അതായത് സ്മോൾ ക്യാപ്പ് അല്ല, ചെറിയ കമ്പനിയല്ല, എന്നാൽ സ്മോൾ ക്യാപ്പ് കമ്പനീനേക്കാളും കുറച്ചുകൂടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള കമ്പനീസ് ആയിരിക്കും മിഡ് ക്യാപ്പിൽ വരുന്നത്. മിഡ് ക്യാപ്പ് പലപ്പോഴും സ്മോൾ ക്യാപ്പിനെ പോലെ തന്നെ ചില സമയങ്ങളിലെല്ലാം സ്മോൾ ക്യാപ്പിനേക്കാളും റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള കമ്പനീസാണ്. നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട്സാണ് നമുക്ക് മിഡ് ക്യാപ്പിൽ വരുന്നത്. ദെൻ അടുത്ത കാറ്റഗറി വരുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ട്സാണ്. ലാർജ് ക്യാപ്പ് ഫണ്ട്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എല്ലാവരും കേട്ട് പരിചയമുള്ള വലിയ കമ്പനീസ് ലൈക്ക് റിലയൻസ്, HDFC അങ്ങനെയുള്ള ഓൾറെഡി ഇതെല്ലാം മെച്ചുവേർഡ് ആയിട്ടുള്ള കമ്പനീസ്. നമ്മൾ ലാർജ് ക്യാപ്പിൽ വരുമ്പം ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കമ്പനീസ് എല്ലാം ഓൾറെഡി മെച്ചുവേർഡ് ആയിട്ടുള്ള കമ്പനീസാണ്. ഒരുപാട് വലിയൊരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഒന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിനെയും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിനെയും കമ്പയർ ചെയ്യുമ്പം അത്ര കൂടുതലായിരിക്കണമെന്നില്ല. പക്ഷേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന, നമുക്ക് സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഡീസൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു 12% അബോവ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് എക്വിറ്റീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എക്വിറ്റി ഫണ്ടിന് പുറമേ നമുക്ക് ഡെറ്റ് ഫണ്ടുകളുണ്ട്. ഡെറ്റ് ഫണ്ടുകൾ ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞ